നമസ്കാരം. അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ അമേരിക്ക തിരിച്ചയക്കുന്ന 119 ഇന്ത്യക്കാരുമായുള്ള US സൈനിക വിമാനം ഇന്ത്യയിലേക്ക് ഇന്നും നാളെയുമാണ് വിമാനങ്ങൾ ഇന്ത്യയിലെത്തുന്നത്. സൈനിക വിമാനങ്ങളിൽ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് അയക്കുന്നതിനെതിരെ വിമർശനം ഉയരവെയാണ് വീണ്ടും ഇന്ത്യക്കാരുമായി വിമാനം ഇന്ത്യയിലെത്തുന്നത്. പഞ്ചാബിലെ അമൃത്സറിൽ ഗുരുരാം ദാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് C-17 സൈനിക വിമാനങ്ങൾ ലാൻഡ് ചെയ്യുക. തിരിച്ചെത്തുന്നവരിൽ 67 പേർ പഞ്ചാബിൽ നിന്നുള്ളവരാണ്. 33 പേർ ഹരിയാനയിൽ നിന്നും, 8 പേർ ഗുജറാത്തിൽ നിന്നും ഉള്ളവരും 3 പേർ UP സ്വദേശികളുമാണ്. രാജസ്ഥാനിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നും, ഗോവയിൽ നിന്നും 2 പേർ വീതവും, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരാൾ വീതവുമാണ് തിരിച്ചെത്തുന്നത്. ആദ്യത്തെ വിമാനം ശനിയാഴ്ച രാത്രി 10:05-നും രണ്ടാമത്തേത് ഞായറാഴ്ച രാത്രി 10-നുമാണ് ലാൻഡ് ചെയ്യുകയെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. മെക്സിക്കോയിലൂടെയും മറ്റു മാർഗ്ഗങ്ങളിലൂടെയും അനധികൃതമായി US-ലേക്ക് കടന്നവരെയാണ് മടക്കി അയക്കുന്നത്. അനധികൃതമായി കുടിയേറിയെന്ന് കണ്ടെത്തിയ 104 പേരടങ്ങിയ ആദ്യ ഇന്ത്യൻ സംഘത്തെ US സൈനിക വിമാനം കഴിഞ്ഞയാഴ്ച തിരിച്ചയച്ചിരുന്നു. ഇവരുമായി എത്തിയ US സൈനിക വിമാനവും ഗുരുരാം ദാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു ഇറങ്ങിയത്. അതേസമയം തിരിച്ചയക്കുന്നവരുമായി എത്തുന്ന വിമാനങ്ങൾ പഞ്ചാബിൽ ഇറക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി ഭഗവത് മാൻ രംഗത്തെത്തി. പഞ്ചാബിനെ അപമാനിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. അനധികൃത കുടിയേറ്റക്കാരുമായി എത്തിയ ആദ്യത്തെ വിമാനത്തിൽ ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ള 33 പേരും പഞ്ചാബിൽ നിന്നുള്ള 30 പേരും ഉണ്ടായിരുന്നു. എന്നാൽ വിമാനം ഇറങ്ങിയത് അമൃത്സറിലാണ്. ഇപ്പോൾ രണ്ടാമത്തെ വിമാനവും ഇവിടെ ഇറങ്ങുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമൃത്സറിനെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ട് രാജ്യതലസ്ഥാനത്ത് ഇറക്കിയില്ല? മൻ ആരാഞ്ഞു. പഞ്ചാബികൾ മാത്രമാണ് അനധികൃത കുടിയേറ്റം നടത്തുന്നതെന്ന് ചിത്രീകരിക്കാനുള്ള കരുതിക്കുട്ടിയുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മൻ ആരോപിച്ചു. വിശുദ്ധ നഗരമായ അമൃത്സറിനെ ഡീപ്പോർട്ടേഷൻ സെന്ററാക്കി കേന്ദ്രം മാറ്റിയെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി ആരോപിച്ചു. US-ൽ അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനത്തിൽ വ്യക്തമാക്കിയിരുന്നു. നിയമപരമായ രേഖകളില്ലാതെ താമസിക്കുന്ന ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ അദ്ദേഹം അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഊന്നി പറഞ്ഞു. അനധികൃതമായി മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് അവിടെ താമസിക്കാൻ നിയമപരമായ അവകാശമില്ല. ഇന്ത്യയും US-നെ സംബന്ധിച്ചിടത്തോളം സ്ഥിരീകരിക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പൗരന്മാർ. അവർ US-ൽ അനധികൃതമായി താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചെടുക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും മോദി പറഞ്ഞു. സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് അവർ. വലിയ സ്വപ്നങ്ങൾ കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരപ്പെട്ടവരാണ് ഇവരിൽ ഭൂരിഭാഗവും. അതിനാൽ മനുഷ്യക്കടത്തിന്റെ മുഴുവൻ സംവിധാനത്തെയും നമ്മൾ ഇല്ലാതാക്കണം. അതിനായി പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്ക തിരിച്ചയച്ച 104 ഇന്ത്യക്കാരുമായി US സൈനിക വിമാനം C-17 കഴിഞ്ഞയാഴ്ചയായിരുന്നു പഞ്ചാബിലെ അമൃത്സറിൽ ഇറങ്ങിയത്. അമേരിക്ക നാടുകടത്തിയ ആദ്യ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ സംഘമായിരുന്നു ആ വിമാനത്തിൽ മടങ്ങിയെത്തിയത്. സൈനിക വിമാനത്തിൽ കൈവിലങ്ങ് വെച്ചാണ് തങ്ങളെ തിരിച്ചെത്തിച്ചതെന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയവർ വെളിപ്പെടുത്തിയിരുന്നു. കാലുകളും കൈകളും ഉൾപ്പെടെ വിലങ്ങ് വെച്ചെന്നും സീറ്റിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു. ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും തിരിച്ചെത്തിയവർ കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെ വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. പാർലമെന്റിൽ ഈ വിഷയം വലിയ ഒച്ചപ്പാടുണ്ടാക്കി. കൂടുതൽ അന്തസ്സുറ്റ രീതിയിൽ ഇന്ത്യൻ പൗരന്മാരെ മടക്കി അയക്കണമെന്ന് US അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ മറുപടി നൽകിയിരുന്നു. 487 ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്താൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഈ ആഴ്ച ആദ്യം വ്യക്തമാക്കിയിരുന്നു. മടക്കി അയക്കുന്നവരുടെ എണ്ണം ഉയരാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ട്രംപും മോദിയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മനുഷ്യക്കടത്തിന്റെ സമ്പ്രദായം അവസാനിപ്പിക്കാൻ യോജിച്ച പരിശ്രമം വേണമെന്നായിരുന്നു മോദി മറുപടി പറഞ്ഞത്.